ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ്. അതിന് വേണ്ടത് തിളപ്പിച്ച പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചത്, ഷുഗർ വേണം, പിന്നെ അവല് വേണം. മെയിനായിട്ട് അവല് വേണം കേട്ടോ. അവല് ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു ക്രിസ്പി ആവണ പോലെ ഇങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ സാധാരണ ചീനിച്ചട്ടിൽ എന്താണെന്ന് വെച്ചിട്ട്. പിന്നെ വേണ്ടത് ലെമൺ വേണം, പിന്നെ ഇങ്ങനൊരു കപ്പ് വേണം. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പഴമാണ് കേട്ടോ. അത് എന്ത് പഴം, നമുക്കിവിടെ പറയുക അതിനെ പാളയംകുടം പഴം എന്നാണ് പറയുക. നമ്മുടെ ഇവിടെ തൃശ്ശൂർ പറയുന്നത് അങ്ങനെയാണ്. എനിക്ക് എല്ലായിടത്തും എങ്ങനെ പറയാമെന്ന് അറിയില്ല. അതിനാകുമ്പോൾ ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും ഒക്കെ കൂടി കലർന്നിട്ടുള്ളൊരു പഴമാണ്. അപ്പോൾ അത് ഒരെണ്ണം വേണം. അത് നല്ലപോലെ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കുക. ആ മിക്സിയിൽ അടിക്കരുത് കേട്ടോ, ചെറുതായിട്ടൊന്നിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. പിന്നെ വേണ്ടത് ഇതുപോലൊരു ലെമണിൻ്റെ എടുത്തിട്ട് ഇതിലേക്ക് സ്ക്വീസ് ചെയ്യുക. സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ കളറും മാറില്ല, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടേസ്റ്റ്, ഒരു ചെറിയൊരു പുളിപ്പും മധുരത്തോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് കൊടുക്കണോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഷുഗർ നല്ലോണം കുറച്ചാൽ മതി. പഴം ആഡ് ചെയ്യുക, അധികം ഷുഗറിൻ്റെ ബദലായിട്ട് നല്ലോണം ഇത് പഴം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഏറ്റവും എളുപ്പം ഇതുപോലെ ഫോർക്ക് വെച്ച് പൊളിക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒട്ടും പറ്റണില്ല. നമ്മുടെ CMOളുടെ മന്ത്ലി ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ CMOളോട് ഞാൻ ചോദിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു വന്നിരിക്കണേ. 2 തെറ്റ് വന്നു. അത് അശ്രദ്ധ, ചെറിയൊരു അശ്രദ്ധ വന്നതുകൊണ്ട് വന്ന മിസ്സിംഗ് ആണ്. അത് കുട്ടികളല്ല, അതൊക്കെ പറ്റും. അപ്പോൾ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടത് അവൽ മിൽക്കാണ്. അവൽ മിൽക്ക് അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അവൾക്കാണ് കേട്ടോ ഇത് സ്പെഷ്യലായിട്ട് കൊടുക്കണത്. കുട്ടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതിപ്പോൾ മാർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാൻ മാർക്ക് പറഞ്ഞു, DA മാർക്ക് പറഞ്ഞു, CA മാർക്ക് പറഞ്ഞു, അത് സാരമില്ല. മാർക്ക് എന്ന് നമുക്കൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒന്നിലും പങ്കെടുക്കാണ്ടിരുന്നിട്ട് എനിക്ക് എല്ലാത്തിലും അങ്ങനെ ഇഷ്ടമില്ല, താല്പര്യമില്ല പറഞ്ഞതല്ല കാര്യം. എല്ലാത്തിലും പങ്കെടുക്കുക. ജയവും തോൽവിയൊക്കെ പിന്നീട്, അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കുകയും വേണമെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ക്വിസ് കോമ്പറ്റീഷൻ വരുന്നുണ്ട് ഫ്രൈഡേ. അപ്പോൾ അവൾക്ക് ക്വിസ് കോമ്പറ്റീഷന് പങ്കെടുക്കേണ്ട, അവൾക്ക് ടെൻഷനാണെന്നാണ് അവൾ പറയണത്. പക്ഷെ ആ ടെൻഷൻ നമുക്ക് മാറ്റണമല്ലോ. നമ്മളങ്ങനെ എല്ലാ ദിവസവും ടെൻഷനായിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഓക്കെ അമ്മ എന്നാൽ ഞാൻ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയില്ല. എൻ്റെ അടുത്ത് വന്ന് നിൽക്കണുണ്ട് കേട്ടോ. കാരണം അവൾക്ക് പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ ഒപ്പം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ആളുടെ പണി. അപ്പോൾ അടുത്തത് ദിയ ചേച്ചിയും വന്നു. ദിയ ചേച്ചി, CA ചേച്ചി ഒക്കെ കൂടി വന്ന് അവിടെ സെയിം കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കുറച്ച് ഷുഗർ, വളരെ കുറച്ച് ഷുഗർ ഇടുക. എന്നിട്ട് കുറച്ച് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച്, അതിലിപ്പോൾ ഞാൻ വേറൊന്നും പറയാനില്ല അതിൽ. എന്നിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. വേറെ ഒന്നും വേണ്ട. കാഷ്യോ കിസ്മിസോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ഇടാം. ഇതിലൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വയറ് നിറയും, നല്ല ഫില്ലിംഗ് ആണ്. ബദാം പക്ഷെ ഇതിൽ ടേസ്റ്റില്ല, ഇതേമോളെ ഒരു ഇതില്ലാത്ത പോലെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതാ കാവൽ നിൽക്കണവർക്ക് തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ തരാം. എങ്ങനെയുണ്ട് നോക്കാനേ. നോക്കൂ, 2 പേരും ഇവിടെ കാവൽ നിൽക്കണ്ട. എനിക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ? ആ കുറച്ചുകൂടി പോയി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി മിൽക്ക് ഒഴിക്കാം. പിന്നെ കുറച്ചും കൂടിയും അവലിടുക. അങ്ങനെയാവുമ്പോൾ അത് കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. എന്നിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം, വെള്ളം പോലെ ആവരുത് കേട്ടോ. അപ്പൊ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നാരങ്ങ കൂടി എന്നാണ് പറയണത് ദിയ മോള്, അല്ല സോറി CN ദിയ കേട്ടോ. അപ്പൊ ഞാൻ ഇതില് ഷുഗർ ആഡ് ചെയ്തു. കുറച്ചും കൂടി പഴം അധികം ആഡ് ചെയ്തു. കുറച്ച് ഇട്ടിട്ടുള്ളൂ അമ്മ, അധികം ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഷുഗർ ഒക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്യാണ്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ലെമൺ നല്ലോണം കുറയ്ക്കുക അവർക്ക് കൊടുക്കുമ്പോൾ. എന്നിട്ട് പാലില് ഒക്കെ ഇതാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും ഷുഗർ കണ്ടമാനം ആഡ് ചെയ്യണ്ട. ഈ പഴത്തിന് അങ്ങോട്ട് അധികം ആഡ് ചെയ്തിട്ട് ഇതേപോലെ സ്മാഷ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്ക് കടിക്കാനും കിട്ടും അവർക്ക്. എന്നാൽ ആവശ്യത്തിന് ഇത് ഉടഞ്ഞിട്ടുണ്ടാവും. ഈ ഫോർക്ക് വെച്ച് ഉടയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി മമ്മി ഇട്ടുതരാം. ഇനി ഇതുപോലെ തന്നെ അടക്കടക്കായിട്ട് ഒരു അടക്കിൽ എന്ത് വേണം, ഒരടക്കിൽ അവൽ വേണം, പിന്നത്തെ അടക്കിൽ പഴം വേണം, പിന്നത്തെ അടക്കിൽ എന്ത് വേണം,
പാല് വേണം. യെസ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുക. നല്ല തണുപ്പുണ്ടാവണം കേട്ടോ. കാച്ചി പാലായിക്കോട്ടെ, തണുപ്പ് വേണം. അത് നിർബന്ധമാണ്. എന്നാലും അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പിള്ളേർക്ക് എത്രയാണ് അവരുടെ വിശപ്പിനനുസരിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഗ്ലാസ് അതിനനുസരിച്ച് കുറച്ച് വേണമെങ്കിൽ കുറച്ച് കൊടുക്കുക, കൂട്ടി വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ അത് ഇപ്പൊ ഒരു 1/2 കിലോ പഴമാണ്. അത് കറക്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾക്ക് 4 പേർക്ക്. 4 പേർക്ക് ഇത് കറക്റ്റ് ആവും. ഇത് കുറയാനുമില്ല കൂടാനുമില്ല പറഞ്ഞ പോലെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ പറയുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയും വരെ സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. കാരണം ഞങ്ങളുടെ വലിയ ചാനലൊന്നുമല്ല, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ 2000-ഓളം പേര് ഞങ്ങളുടെ ഒരു ചെറിയ ചെറിയ ഓരോ മണ്ടത്തരം വീഡിയോസൊക്കെ കണ്ടിട്ടും ഞങ്ങളുടെ കൂടെ നിന്നു. അപ്പോൾ അത് ഞങ്ങളോടുള്ള ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് തന്നത് തന്നെയാണ്. കാരണം നമ്മളെ അറിയുന്നവർ പോലും ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് തരില്ല. അപ്പം ഞങ്ങൾ അറിയാത്തവർ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. കണ്ടോ ഏട്ടാ, നല്ല ടേസ്റ്റുള്ള